ഇന്ന് നമ്മുടെ സ്പൈഡിക്കുട്ടനെ അവന്റെ എൻക്ലോസർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാട്ടോ. വേറൊന്നുമല്ല ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കയ്യിലെത്തിയതിനെക്കാട്ടും. അപ്പോൾ അവനെ ഇനി ഈ ചെറിയ പാത്രത്തിൽ ഇടാൻ കഴിയില്ല. ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലുത് നോക്കിയിട്ട് നമുക്ക് എടുക്കണം. ഇതൊക്കെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് വല്ല പാർസലും മേടിക്കുമ്പോൾ കിട്ടുന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ മൂടീന്റെ മുകളിൽ ഒരു പിന്നെടുത്തിട്ട് നല്ല രീതിയിൽ ഹോൾസ് ഉണ്ടാക്കണം കേട്ടോ. വേറെ ഒന്നിനല്ല അവർക്ക് നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൂടീന്റെ മുകളിൽ മാത്രമല്ല ഇതിന്റെ താഴത്തെ ആ പാത്രത്തിന്റെ മുകളിൽ നമുക്ക് ഹോൾസ് ഉണ്ടാക്കണം. ഈ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവനെ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു എൻക്ലോസർ മേടിക്കും കേട്ടോ. ഇപ്പോഴല്ല കുറച്ചുകൂടെ സൈസ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ എൻക്ലോസറിന്റെ താഴത്ത് നമുക്ക് നല്ല രീതിയിൽ കോക്കോപീറ്റ് അതായത് ചകിരിച്ചോറ് വെച്ച് നമുക്ക് നിറയ്ക്കണം. അത് ഇവന്മാർക്ക് അത്യാവശ്യം കേട്ടോ. ഇതിന് മുന്നേ ഉണ്ടായ എൻക്ലോസറിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഡിങ് സ്പോട്ട് ഒക്കെ ഇത്തവണ നമുക്ക് സെറ്റ് ചെയ്യണം. വേറെ ഒന്നല്ല നമ്മുടെ ചിരട്ട പൊട്ടിച്ചിട്ട് അത് ഒരു ആ ഷേപ്പിൽ കിട്ടല്ലോ. അപ്പോൾ ഇവന്മാർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ മുന്നേ ഉണ്ടായ എൻക്ലോസറിൽ നമ്മൾ അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കല്ലൊക്കെ എടുത്ത് കല്ലിട്ട് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാട്ടോ. ഈ ചകിരിച്ചോറ് മാത്രം ആക്കണ്ടെന്ന് കരുതിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നനച്ചു കൊടുത്തിട്ടോ. ഇവന്മാർക്ക് അതുപോലെ ഇമ്പോർട്ടന്റ് ആയി വേണ്ട ഒരു സാധനമാണ് ഈ ഈർപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനെ പതിയെ അതിലേക്ക് മാറ്റാനുള്ള പരിപാടി കേട്ടോ. പതിയെ പതിയെ നമ്മുടെ കയ്യിലൊക്കെ തൊട്ട് കൈ കയറ്റിയിട്ട് പതിയെ വേണം കേട്ടോ അവന്മാരെ അതിലാക്കാൻ. പെട്ടെന്ന് അങ്ങനെ നിലത്ത് ചാടി കഴിഞ്ഞാൽ അവന്മാർക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എട്ടുകാലിയൊക്കെ വളർത്തുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ഇത് ഇതുപോലെ വലുതുണ്ടെന്ന്. ഒരു കാരണവശാലും അതിനൊന്നും നിങ്ങൾ ഇതുപോലെ എടുത്ത് ഹാൻഡിൽ ചെയ്യരുത് കേട്ടോ. കാരണം അതൊക്കെ വെനമസ് ആയിരിക്കും. കടി കിട്ടിയാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇതൊന്നും തീരെ വിഷമില്ലാത്ത ഒരു ഐറ്റമാണ്. നമ്മൾ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ടായി വരുന്ന ഐറ്റംസ് ആണ് കൂടുതലും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനെ ആ ഒരു വിധത്തിൽ നമ്മളെ കയ്യിലൊക്കെ കയറ്റി ഓനെ പതിയെ അവന്റെ പുതിയ വീട്ടിലേക്ക് അതായത് പുതിയ എൻക്ലോസറിലേക്ക് കയറ്റി വിട്ടിട്ടോ. ഇറക്കിയ പാടന്നെ ആള് നേരെ പോയത് നമ്മുടെ ഹൈഡിങ് സ്പോട്ടിലേക്കാട്ടോ. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അധികം ഫുൾ ടൈം ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ആള്. ഫുഡ് കൊടുത്താൽ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോലൊക്കെ ആയിരിക്കും. അങ്ങനെ ആൾ അതിന്റെ ഉള്ളിൽ കയറ്റി നമ്മൾ പതിയെ മൂടി വെച്ച് മൂടിട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.